നമസ്തേ. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം 2026 മെയ് 11 മുതൽ മെയ് 30 വരെ നടക്കുന്ന ഓൺലൈൻ എക്സാമിൻ്റെ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യമായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം 59ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളും മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെയും 26-27 അധ്യയന വർഷത്തിലെ ഡിഗ്രി പ്രോഗ്രാമുകളിലോട്ടാണ് നമ്മൾക്ക് പ്രവേശനം വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് കോഴ്സിനാണ് പ്രവേശനം നേടേണ്ടത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പ്രവേശനം നേടേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു പരിചയം ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് ആ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ പരീക്ഷ എഴുതാൻ. നമുക്കറിയാം, പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് +1 +2 പഠിച്ച സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റുമാണ്. അങ്ങനെ 5 സബ്ജക്റ്റുകളിലാണ് നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. അത് വെച്ചിട്ട് ഈ ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് UG പ്രോഗ്രാമിനും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ പോലും സ്ട്രീം ചേഞ്ച് ചെയ്ത് ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ്, BCom, എക്കണോമിക്സ്, കൊമേഴ്സ് പോലെയുള്ള ഡിഗ്രി പ്രോഗ്രാമിനൊക്കെ CUET വഴി നമുക്ക് പ്രവേശനം നേടാൻ സാധിക്കും. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഗ്രികൾച്ചർ, ബയോടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പോലെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ CUETയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് പരിഗണിക്കുന്നത്. ജർമ്മൻ, ഫ്രഞ്ച് പോലുള്ള ഫോറിൻ ലാംഗ്വേജുകൾക്കും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റിൻ്റെ പെർസെൻറ്റേജ് സ്കോറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നമുക്ക് പ്രവേശനം നേടേണ്ടതെന്നുള്ളതും ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ആ കോഴ്സുകൾ പഠിപ്പിക്കുന്നതെന്നും അവിടുത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെക്കുറിച്ചും ഒരു ധാരണ നേരത്തെ തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ എക്സാം സിറ്റിയെക്കുറിച്ച് മെയ് 11 മുതൽ മെയ് 30 വരെ നടക്കുന്ന ഈ ഓൺലൈൻ എക്സാമിൽ നമുക്ക് പ്രവേശന പരീക്ഷ എഴുതേണ്ടത് ഇന്ത്യയിലാണെങ്കിൽ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്താണെങ്കിൽ അവിടുത്തെ ഒരു അഡ്രസ്സ് പെർമനൻ്റ് അഡ്രസ്സായോ പ്രസൻറ്റ് അഡ്രസ്സായോ കൊടുക്കണം. വിദേശത്താണെന്നുണ്ടെങ്കിൽ ഒരു അഡ്രസ്സ് വിദേശത്തെയും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, വാലിഡ് ID പ്രൂഫ് എന്നിവയെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടാവണം. 2 ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറും 2 ഇമെയിൽ IDയും നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആധാർ വെരിഫിക്കേഷനും CUET ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പിൽ വരുന്നതാണ്. CUET ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചിതമാണ്. CUET.NTA.nic.in എന്ന വെബ്സൈറ്റ്. നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. കാൻഡിഡേറ്റ് ആക്ടിവിറ്റിക്കകത്ത് രജിസ്ട്രേഷൻ ഫോർ CUET UG 2026 ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സുകളെക്കുറിച്ചോ കോളേജുകളെക്കുറിച്ചോ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചോ യാതൊന്നും ഫില്ല് ചെയ്യേണ്ടതായിട്ടില്ല. ജൂൺ 20-ാം തീയതിയോടുകൂടി CUETയുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് പ്രവേശനം നേടാൻ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴിയാണ് സൈറ്റിലേക്ക് പ്രവേശിക്കുന്നത്. വ്യക്തമായ ധാരണ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ചു നോക്കി മനസ്സിലാക്കി ഓരോ യൂണിവേഴ്സിറ്റിയുടെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ആപ്ലിക്കേഷൻ ഫീസും നോക്കി മനസ്സിലാക്കിയിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നത്. വിദ്യാർത്ഥിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിന് അനുസരിച്ചാണ് കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അതുതന്നെ ആയിരിക്കണം പരീക്ഷയ്ക്കായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ID പ്രൂഫ്, ആധാർ, പാസ്പോർട്ട്, അതുപോലെ തന്നെ പാൻ കാർഡ് പോലെയുള്ള വാലിഡ് ID പ്രൂഫിലും ഉണ്ടാവേണ്ടത്. കാൻഡിഡേറ്റിൻ്റെ പേര് ആസ് പെർ ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്. കാൻഡിഡേറ്റിൻ്റെ ക്ലാസ് 10 മാർക്ക് ലിസ്റ്റിൽ കിടക്കുന്നത് പോലെ ഫാദറിൻ്റെ പേര്, ദെൻ മദറിൻ്റെ പേര്. കാൻഡിഡേറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആസ് പെർ ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, ദെൻ ജെൻഡർ. ഇതിനുശേഷം നാം ഇപ്പോൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടില്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത അതേ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യുന്നു. ദെൻ പ്രസൻറ്റ് അഡ്രസ്സ്. നമ്മൾ എക്സാം സിറ്റി ആയിട്ട് ഏത് സ്റ്റേറ്റ് ആണോ ഉദ്ദേശിക്കുന്നത് അതിൽ പെർമനൻ്റ് അഡ്രസ്സോ പ്രസൻറ്റ് അഡ്രസ്സിലോ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. കേരളത്തിൽ എവിടെയെങ്കിലുമാണ് നമ്മൾ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ 2 അഡ്രസ്സുകളിൽ ഏതെങ്കിലും ഒന്ന് കേരളത്തിലെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അഡ്രസ്സിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ID പ്രൂഫൊന്നും ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും എക്സാമിനായിട്ട് കൊണ്ടുപോകുന്ന ID പ്രൂഫിനനുസരിച്ച് അഡ്രസ്സ് കൊടുക്കുന്നതാണ് ഉചിതം. ഇതിനുശേഷം ഒരു ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും. ഈ പ്രിലിമിനറി ആയിട്ട് കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറുമാണ് നമ്മൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ സമയത്തും അഡ്മിഷൻ്റെ സമയത്തുമൊക്കെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ്, ഒരു ആൽഫ ന്യൂമറിക്, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും സ്പെഷ്യൽ ക്യാരക്ടറും അടങ്ങുന്ന ഒരു പാസ്വേഡ്. അതിനുശേഷം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും. പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാനായിട്ടാണ് ആ ഒരു ചോദ്യം. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന പ്രിവ്യൂ നമുക്ക് കാണാം. നമ്മളുടെ പേര്,
ഫാദറിൻ്റെ പേരെല്ലാം കൃത്യമാണെന്നുള്ളത് ഒരിക്കൽ കൂടി വായിച്ചു നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം ബന്ധപ്പെട്ട കോളങ്ങളിലെല്ലാം ടിക്ക് മാർക്ക് വരുത്തുക. ദെൻ ഐ എഗ്രിക്ക് ശേഷം നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ പ്രിലിമിനറി രജിസ്ട്രേഷൻ പൂർത്തിയായി. ഇമെയിലിലേക്കുള്ള OTP ഏറ്റവും അവസാനം എൻ്റർ ചെയ്യുകയും ചെയ്യണം. മൊബൈലിൽ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയി. ഇപ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞു. ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾ കൊടുത്ത പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പൂരിപ്പിക്കുകയും നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുമൊക്കെ ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡുമാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ബാക്കിയുള്ള എല്ലാ ഡേറ്റയും അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഡിസബിലിറ്റി ഡീറ്റെയിൽസ്, ID പ്രൂഫ്, ആധാർ ID, അതുപോലെ എക്സാം സെൻറ്ററിൻ്റെ ചോയ്സ് ഫില്ലിങ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അഡീഷണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മളുടെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്, മറ്റൊരു ഫോൺ നമ്പറും ഇമെയിൽ IDയും നമുക്കതിനകത്ത് എൻ്റർ ചെയ്യുന്നത്, ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നത്, അതുപോലെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പുകളിലൂടെ കടന്നതിന് ശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുകയും കൺഫർമേഷൻ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യേണ്ടത്. പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അവിടെയുണ്ട്. നാഷണാലിറ്റി മുതലാണ് നമുക്കിനി ഫില്ല് ചെയ്യേണ്ടത്. നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് ഡൊമിസിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മളുടെ പെർമനൻ്റ് അഡ്രസ്സ് എവിടെയാണ്, ആധാർ, റേഷൻ കാർഡ്, അങ്ങനെയുള്ള ഡൊമിസിൽ സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് റിസർവേഷൻ OBC, EWS, SC, ST വിഭാഗത്തിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തഹസിൽദാർ എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ നമുക്ക് OBC എന്നും, അതുപോലെ തഹസിൽദാർ എന്നുള്ള EWS സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ നമുക്ക് EWS എന്നും രേഖപ്പെടുത്താം. SC, ST സമുദായത്തിനും തഹസിൽദാർ എന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ആർ യു എ ഡയബറ്റിക് പേഷ്യൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സാം സെൻറ്ററിനിടയ്ക്ക് ആവശ്യമുള്ള ടാബ്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം. അടുത്തത് പ്ലേസ് ഓഫ് റെസിഡൻസ് അർബൻ ആണോ റൂറൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആനുവൽ ഫാമിലി ഇൻകത്തിൻ്റെ ഒരു റേഞ്ച് പറഞ്ഞാൽ മാത്രം മതിയാകും. അതിന് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ ഹാജരാക്കേണ്ടതില്ല. ക്രിസ്ത്യൻ, മുസ്ലിം പോലുള്ള മൈനോറിറ്റി സമുദായമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും എക്സ് സർവീസ്മെൻ ആണോ എന്നുള്ള ചോദ്യമുണ്ട്. ചില യൂണിവേഴ്സിറ്റികളിൽ എക്സ് സർവീസ്മെൻ റിസർവേഷൻ ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യമാണത്. NCCയും അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിരിക്കുന്നത് മാത്രമാണ്. സ്പോർട്സ് കോട്ടയും അതുപോലെ തന്നെയാണ്. ഇതിലേതെങ്കിലും റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ഹാജരാക്കാവുന്നതാണ്. ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടിയാണോ എന്നുള്ള ചോദ്യമുണ്ട്. 40% മുകളിലുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ PWD വിഭാഗത്തിൽ നമ്മളെ പരിഗണിക്കും. പെർമനൻറ്റ് UDID കാർഡോ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. മെയ് 11 മുതൽ മെയ് 30 വരെ നടക്കുന്ന ഓൺലൈൻ എക്സാമിൽ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ വാലിഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ ID നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനും വാലിഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ID പ്രൂഫ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളുടെ ആധാർ കാർഡ്, ഡിജി ലോക്കർ, പാസ്പോർട്ട് അല്ലെങ്കിൽ നോൺ ഇന്ത്യൻ പാസ്പോർട്ട്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ വോട്ടേഴ്സ് ID കാർഡ് എന്നിവയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം, നമുക്കൊരു യൂണിവേഴ്സിറ്റിയിൽ UG പ്രോഗ്രാം ചെയ്യുമ്പോൾ ആധാർ ID നിർബന്ധമാണ്. ഇപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് ഒരുപക്ഷെ നമ്മൾ ആധാർ ID എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് നോ കൊടുത്ത് മുമ്പോട്ട് പോകാം. ആധാർ ID ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം. പക്ഷേ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഡേറ്റ എല്ലാം കറക്റ്റ് ആയിരിക്കണം. അല്ല എങ്കിൽ ആധാർ ID നമ്മളിപ്പോൾ നോ എന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാലും എക്സാമിനെയോ അഡ്മിഷനെയോ ബാധിക്കുന്നതല്ല. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സമയത്ത് ആധാർ ID ക്രിയേറ്റ് ചെയ്താൽ മതിയാകും. CUET 2026 സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് നമ്മൾ എഴുതേണ്ട പരീക്ഷ ഏതൊക്കെ സബ്ജക്റ്റുകളാണെന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളത്. +1 +2 നമ്മൾ പഠിച്ച സബ്ജക്റ്റുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അഗ്രികൾച്ചർ എന്ന കോഴ്സിന് പ്രവേശനം കിട്ടണമെങ്കിൽ അഗ്രികൾച്ചർ എന്ന കോഴ്സ് പരീക്ഷ എഴുതേണ്ടതായിട്ടില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷ എഴുതിയാലാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടുന്നത്. എന്നാൽ VHSC പോലുള്ള സ്ഥാപനങ്ങളിൽ അഗ്രികൾച്ചർ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ പരീക്ഷ എഴുതിയാലും നമുക്ക് ബയോളജിക്ക് പകരം ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചർ ഉപയോഗിച്ചും അഗ്രികൾച്ചറിന് പ്രവേശനം നേടാം. എന്നാൽ സ്റ്റേറ്റ്, CBC, ISC വിഭാഗത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷയാണ് അഗ്രികൾച്ചർ പ്രവേശനത്തിനായി ഉപയോഗിക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പോലെയുള്ള മറ്റ് ഡിഗ്രി പ്രോഗ്രാമുകൾക്കോ BCom അതുപോലെ തന്നെ എക്കണോമിക്സ്, കൊമേഴ്സ് പോലെയുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊക്കെ അതാത് യൂണിവേഴ്സിറ്റികളെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളിൽ പരീക്ഷകൾ എഴുതണം. ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ് എന്നിവയ്ക്കും
ലാംഗ്വേജിൻ്റെയും ജനറൽ ടെസ്റ്റിൻ്റെയും ആവശ്യകതയുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൃത്യമായി നോക്കി മനസ്സിലാക്കി വേണം പരീക്ഷ സെലക്ട് ചെയ്യുവാൻ. നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു ജനറൽ ടെസ്റ്റും നമുക്ക് തീർച്ചയായിട്ടും എഴുതാനായിട്ട് സാധിക്കും. ഒരു ലാംഗ്വേജും നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതിയില്ല എങ്കിലും നമ്മളുടെ മറ്റ് പ്രവേശന നടപടികളെ നമുക്ക് ബാധിക്കില്ല. പക്ഷേ ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നതിന് ആ സബ്ജക്റ്റ് വേണമായിരുന്നെങ്കിൽ ആ അഡ്മിഷൻ ലഭിക്കാതെ പോകും. അതുകൊണ്ട് നമ്മൾ +1 +2 പഠിച്ച സബ്ജക്റ്റുകളെല്ലാം സെലക്ട് ചെയ്യുകയും അതിലെല്ലാം പരീക്ഷ എഴുതുന്നതുമായിരിക്കും ഏറ്റവും ഉചിതം. അതിനുശേഷം നമുക്കറിയാം ഇംഗ്ലീഷും ഹിന്ദിയും പ്രാദേശിക ഭാഷയിലടക്കം ഏതിൽ വേണമെങ്കിലും നമുക്ക് പരീക്ഷ എഴുതാം. ഇംഗ്ലീഷിൽ എഴുതുന്നതായിരിക്കും ഉചിതം. ഇനി ഡിഫറൻ്റ് ആയിട്ടുള്ള 4 എക്സാം സിറ്റി നമുക്ക് ചൂസ് ചെയ്യണം. നമ്മൾ പ്രസൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റുകൾ മാത്രമേ അവിടെ ഡിസ്പ്ലേയിൽ വരികയുള്ളൂ. അതനുസരിച്ച് 4 ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സാം സെൻറ്റർ നമ്മൾ ഓപ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ നമ്മളുടെ പ്രിഫറൻസ് തന്നെ ആയിരിക്കും നമുക്ക് അനുവദിച്ച് കിട്ടുക. അടുത്തത് നമുക്ക് ഒരു ഡാറ്റാബേസ് കളക്ഷൻ മാത്രമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്യുപ്പേഷനും അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്ന എല്ലാ ഡേറ്റകളും നമുക്ക് ഒരിക്കൽ കൂടി പ്രിവ്യൂ വരുന്നത് കാരണം വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സാവകാശം ലഭിക്കും. ഇനി നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് 10th-ൻ്റെയും 12th-ൻ്റെയും ഡീറ്റെയിൽസ്. 10th ഏത് വർഷം നമ്മൾ പഠിച്ചു, അതിൻ്റെ സ്കൂള് അർബൻ ഓർ റൂറൽ, 10th പഠിച്ച സ്റ്റേറ്റ്, ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ അതായത് 10th നമ്മൾ പഠിച്ച ജില്ല. ഇതൊക്കെ ഒരു ഡാറ്റാബേസ് കളക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഇതൊന്നും നമ്മുടെ അഡ്മിഷനെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളല്ല. നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ പേര്, സ്കൂളിൻ്റെ അഡ്രസ്സിൻ്റെ പിൻകോഡ്. നമ്മൾ വിദേശത്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ പിൻകോഡിൽ 6 അക്കം ഉണ്ടാകാൻ വേണ്ടി അവസാനം നമ്മൾ ആവശ്യത്തിന് 0 ചേർക്കാവുന്നതാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ 12th ആണ്. അത് നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്ഡ് എന്ന് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ അപ്പിയറിംഗ് എന്ന് കൊടുക്കുന്നു. +2 ഏത് സ്റ്റേറ്റിൽ പഠിച്ചു എന്നുള്ള ചോദ്യം, അവിടുത്തെ ഏത് ജില്ലയിൽ പഠിച്ചു എന്നുള്ള ചോദ്യം, സ്കൂൾ ബോർഡ്, സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, റിസൾട്ട് മോഡ്, ടോട്ടൽ 1000, സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 1200 മാർക്ക്, +2ൻ്റെ റോൾ നമ്പർ, സ്കൂളിൻ്റെ അഡ്രസ്സ്, സ്കൂളിൻ്റെ പിൻകോഡ്. നമുക്ക് ഒരു ട്വിൻ സിസ്റ്ററോ ട്വിൻ ബ്രദറോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരേപോലെ ഡേറ്റ വരുന്നത് കൊണ്ടാണ് അവരുടെ ട്വിൻ ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അവരുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് അതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ ഉണ്ടാവാതെ നോക്കും. അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ആണെന്നുണ്ടെങ്കിൽ, ട്വിൻ അല്ലാതെ അനിയനോ അനിയത്തിയോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല, നോ എന്ന് തന്നെ കൊടുക്കാം. ട്വിൻസ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ളത് ഒരുപോലെ വരിക. നമ്മൾ ആദ്യം കൊടുത്ത മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അല്ലാത്ത മറ്റൊരു എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ഈ എമർജൻസി കോൺടാക്റ്റിൽ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലും ഇമെയിലിലും ഒരു OTP വന്നിട്ടുണ്ട്. അതും എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ക്യാപ്ചർ ഫോട്ടോ, കാൻഡിഡേറ്റിൻ്റെ ലൈവ് ക്യാപ്ചർ ഫോട്ടോ വേണം. കാൻഡിഡേറ്റ് തന്നെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത്, ലാപ്ടോപ്പ് വഴിയാണെന്നുണ്ടെങ്കിൽ വെബ് ക്യാം വഴി നമുക്ക് ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം. കാൻഡിഡേറ്റിൻ്റെ പേരൻസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ QR കോഡ് അവരുടെ മൊബൈലിൽ അയച്ചു കൊടുത്ത് അവർക്ക് ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ലൈവ് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാം. ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ കണ്ണിൻ്റെ ഐറിസാണ് ഇതിൽ ലൈവ് ഫോട്ടോയ്ക്ക് അവരെടുക്കുന്നത്. ഇത് തന്നെ ആയിരിക്കും എക്സാം സെൻറ്ററിലും അഡ്മിഷൻ സമയത്തും ഒക്കെ വെരിഫൈ ചെയ്യുന്നത്. അപ്പം മുഖം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മുഖം നന്നായിട്ട് കാണാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കണം നമ്മളുടെ കണ്ണുകളൊക്കെ വിടർന്നായിരിക്കണം ഇരിക്കേണ്ടത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടുന്നത് പോലെ മുഖമൊക്കെ ഉയർത്തി നമ്മുടെ കണ്ണ് മാക്സിമം നിവർത്തി വേണം നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുവാനായിട്ട്. ഫോട്ടോ നമുക്ക് ശരിയായിട്ട് കിട്ടിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ഫോട്ടോഗ്രാഫ് കൊടുക്കാം. ഒരു കാരണവശാലും ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മളുടെ ഐറിസ് കണ്ണ് കൃഷ്ണമണി തുറന്ന് ഫോട്ടോ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ ക്യാപ്ചർ ഫോട്ടോ അപ്ലോഡ് ഫോട്ടോഗ്രാഫ് കൊടുക്കാവുള്ളൂ. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി നമ്മളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് കൊടുത്ത, ഇപ്പം ഇതിനകത്ത് പാസ്പോർട്ട് കൊടുത്തത് കൊണ്ട് പാസ്പോർട്ട് അല്ലെ വോട്ടേഴ്സ് ഐ ഡി എന്താണോ കൊടുത്തത് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ആധാർ ആണെന്നുണ്ടെങ്കിൽ, ഡിജി ലോക്കർ ആണെന്നുണ്ടെങ്കിൽ ID പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, 200 കിലോബൈറ്റ്സിൽ താഴെയുള്ള JPEG ഫോർമാറ്റ്, അതുപോലെ തന്നെ 50 കിലോബൈറ്റ്സിൽ താഴെയുള്ള സിഗ്നേച്ചർ എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള മുഖം 80% വലിപ്പമുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. 50 കിലോബൈറ്റ്സിൽ താഴെയുള്ള സിഗ്നേച്ചർ, അതുപോലെ തന്നെ 200 കിലോബൈറ്റ്സിൽ താഴെയുള്ള ID പ്രൂഫും
JPEG ഫോർമാറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും വാലിഡ് ID പ്രൂഫും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായ പ്രിവ്യൂവിലോട്ട് എത്തി. ഒരിക്കൽ കൂടി നമ്മളുടെ അഡ്രസ്സ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, എക്സാം സെൻറ്റർ, ഏതൊക്കെ പരീക്ഷകളാണ് എഴുതുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഒരിക്കൽ കൂടി മനസ്സിലാക്കുക. ഫൈനൽ സബ്മിറ്റ് ശേഷം എഡിറ്റിംഗ് അനുവദിക്കുന്നതല്ല. ഇനി ഇമെയിലിലെ OTP കൊണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാം. ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഏപ്രിൽ പകുതിയോടുകൂടി എക്സാം സിറ്റി അനൗൺസ്മെൻറ്റും മെയ് ആദ്യ ആഴ്ചയിൽ അഡ്മിറ്റ് കാർഡും ലഭ്യമാവും. ജൂൺ 20 CUETയുടെ പേഴ്സൻറ്റേജ് സ്കോർ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാനും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പ്രവേശനത്തിനുള്ള ICAR യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുമ്പോൾ നമ്മൾ CUET പരീക്ഷ എഴുതിയ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്ക് എൻ്റർ ചെയ്ത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ICARൻ്റെ അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾക്കും നമുക്ക് പ്രവേശനത്തിനായിട്ട് ചോയ്സുകൾ ഫില്ല് ചെയ്യാം. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം 2026-27 അധ്യയന വർഷത്തിലെ ഡിഗ്രി പ്രവേശനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷയാണ് CUET. ഡൽഹി, ഹൈദരാബാദ്, പോണ്ടിച്ചേരി, തമിഴ്നാട്, കേരളം, IFLU പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പ്രവേശനത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ CUET 2026 ജനുവരി 31 ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. പരീക്ഷ മെയ് 11 മുതൽ മെയ് 30 വരെ ഓൺലൈനായിട്ട് നടക്കും. റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ച് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.